നമഃ പരമഋഷിഭ്യോ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദ് ആചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. സകലനിഗമഗീതാം ബ്രഹ്മവിദ്യാം വിശുദ്ധാം സകലനിഗമഗീതാം ബ്രഹ്മവിദ്യാം വിശുദ്ധാം നിജഗുരുരമണേഷ്ടാം ശങ്കരാചാര്യകുഷ്ടാം ദദതി കരുണയായേ പ്രൗഢഗംഭീരവാചാം രമണചരണതീർത്ഥാൻ ദേശികാന്താൻ നമാമഃ. ഹൃദയകുഹരമധ്യേ കേവലം ബ്രഹ്മമാത്രം ഹി അഹം അഹം ഇതി സാക്ഷാത് ആത്മരൂപേണ ഭാതി. ഹൃദി വിഷമനസാ സ്വം ചിൻവതാമജ്ജദാവ പവനചലനരോധാദാത്മനിഷ്ഠോ ഭവത്വം. അഹമയം കുതോ ഭവതി ചിൻവതഃ അയിപതത്യഹം നിച വിചാരണം. ഋഷികളെല്ലാം പലതരത്തിലെ ഉപദേശങ്ങളെല്ലാം എന്തിനാ തരണത് എന്ന് വെച്ചാൽ നമ്മളെ കരകയറ്റാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ എ പൊയട്രി വർക്ക്. പലതും നമ്മൾ കണ്ടാൽ ഒരു പൊയട്രി പോലെ തോന്നും, ഒരു പോയം പോലെ തോന്നും, ഒരു പദ്യം പോലെ തോന്നും. പക്ഷേ ഇതൊന്നും പൊയട്രിയേ അല്ല, ഇതെല്ലാം സത്യം. സത്യം എന്ന വാക്കിന് ഉപനിഷത്ത് തന്നെ അർത്ഥം. ഏതൊക്കെ ഉപദേശമാണോ നമ്മളെ കരകയറ്റണത്, ഏതൊക്കെ ഉപദേശമാണോ നമ്മളെ ഈ സംസാര സാഗരത്തിൽ നിന്നും കരകയറ്റണത്, ആ ഉപദേശത്തിനെയാണ് സത്യം എന്ന് പറയുന്നത്. അതിനെയാണ് ഉപനിഷത്ത് എന്ന് പറയുന്നത്. അല്ലാതെ ദിസ് ഈസ് നോട്ട് അറ്റ് ഓൾ ആൻ എൻ്റർടൈൻമെൻറ്റ്. ഇത് കേൾക്കാൻ നല്ല സുഖമുണ്ട് എന്ന് പറഞ്ഞ് ആരും കേൾക്കണ്ട. അങ്ങനെ കേട്ടാലും there is no use. സത്സംഗം എന്ന് പറയുന്നത് കൂടെയും അതൊരു എൻ്റർടൈൻമെൻ്റ് ഒന്നുമല്ല, ഇതൊരു മെഡിസിനാണ്. ഭഗവാനെ പാടി, സത്സംഗമാകും പിറണ്ടൈ രസത്തുടൻ ശമതമമാകും ജീരകമുളകുടൻ ഉപരതിയാകും ഉപ്പോടു നൽ വാസനയാകും പെരും കായവും ചേർത്ത് അപ്പളം ഇട്ടുപാര് അതൈ ഷാപ്പിട്ടു ഉൻ ആശയെ തീര്. എവറി മെഡിസിൻ, സ്പിരിച്വൽ മെഡിസിൻ ഈസ് ടു reduce your expectation, to cut the root of expectation, that is abhimanam. മാനത്തിൽ ഉറുപ്പവർ മാനത്തെ അഴിത്ത് അഭിമാനം ഇല്ലാതെ ഒളിർ അരുണാചല. എല്ലാവരും മാനത്തിലാണ് ഇരിക്കുന്നത് അല്ലേ? മനസ്സ്, ഈ മനസ്സിനെ അങ്ങോട്ട് ഇല്ലാതാക്കാൻ നോക്കുമ്പോഴോ ഒരു അഭിമാന വൃത്തി തെളിഞ്ഞു വരും. അത് എത്രയൊക്കെ മാച്ചാലും തേച്ചാലും പൊങ്ങി വന്നുകൊണ്ടേയിരിക്കും. രാമകൃഷ്ണദേവൻ പറയുന്ന ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ, ഈ കിണറ്റിൻ്റെ കരയിലൊക്കെ നമ്മൾ നോക്കിയാൽ ആൽമരം ഇങ്ങനെ ചെറിയ ചെറിയ ആൽച്ചെടി വന്നുകൊണ്ടേയിരിക്കും. അതിനെ പറിച്ച് കളഞ്ഞ് ആഹാ പോയി എന്ന് വിചാരിക്കും. അടുത്ത ദിവസം വീണ്ടും ഐ എം ഹിയർ എന്ന് പറഞ്ഞ് തലപൊക്കും. ഇതുപോലെ അതിനെന്ത് ചെയ്യണം? അഹത്തൈ വേരറുപ്പായി അരുണാചല. അതിനെ വേരോടെ അറുത്ത് കളയണം. വേരെന്താന്ന് വെച്ചാൽ അഹംവൃത്തി. ആ അഹംവൃത്തിയാകുന്ന വേരോടെ അതിനെ പ്ലക്ക് ചെയ്ത് കളഞ്ഞാൽ then what remains is മോക്ഷം. ആ മോക്ഷമാർഗത്തെ ഉപദേശിക്കുകയാണ് സദ്ഗുരുക്കളെല്ലാം ഇതുപോലുള്ള ഗ്രന്ഥങ്ങളിലും ശ്ലോകങ്ങളിലും എല്ലാം കൂടെ.
അന്നത് കേൾക്കാൻ നല്ല ഭംഗിയുണ്ട്, ഇതെനിക്ക് സ്കൂളിൽ പോയി പെർഫോം ചെയ്യാം, അല്ലെങ്കിൽ കോളേജിൽ പോയി പെർഫോം ചെയ്യാം, 10 പേരെ പഠിപ്പിക്കാം. വി വിൽ fall. നമ്മൾ വീണു പോകും. അവരിതൊന്നും അവർക്ക് ഉയരണം എന്ന് പറഞ്ഞിട്ടൊന്നും തന്നതല്ല, നമ്മളെ കരകയറ്റാൻ വേണ്ടി. എന്തൊക്കെയോ അവർ നേടിയോ അതിനൊക്കെ നമുക്ക് തരികയാണ്. ഏതൊരു പൂർണ്ണ അനുഭവത്തെയാണോ അവർ നേടിയത്, ആ പൂർണ്ണ അനുഭവത്തെ തന്നെ തരികയാണ്. മറ്റിടത്തൊക്കെ നമുക്ക് കിട്ടുന്നതൊക്കെ പിച്ചയാണ്, ഭിക്ഷ. എത്ര പോയാലും കുറച്ച് ഉള്ളതിൽ നിന്ന് കുറച്ചങ്ങോട്ട് തരും. ഗുരു മാത്രമാണ് ഗുരു എന്തനുഭവിച്ചോ ആ അനുഭവത്തെ അങ്ങോട്ട് തരണത്. ബാഹ്യമായിട്ട് നമുക്ക് നോക്കിയാൽ ഗുരുവിൻ്റെ ഒന്നും കാണില്ല, കാശ് കാണില്ല, ചിലപ്പോൾ ആൾക്കാർ കാണില്ല, ചിലപ്പോൾ ശാക്കടയിലായിരിക്കും ഇരിക്കുന്നത്. മഹർഷി പോലും കൗബീനം ഇട്ടിട്ടാണ് ഇരിക്കുന്നത്. എന്തിനാന്ന് വെച്ചാൽ സന്തോഷിക്കാനൊന്നും ആവശ്യമേ ഇല്ല. ഒരു ഭക്തൻ ബർത്ത്ഡേ ഗിഫ്റ്റ്, ഭഗവാന്റെ ജയന്തിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി കൊടുത്തു, ചന്ദനത്തിൽ ഉണ്ടാക്കിയ ഒരു വാക്കിംഗ് സ്റ്റിക്ക്. അപ്പൊ ഭഗവാൻ ഇത് വാങ്ങിച്ചിട്ട് നല്ലവണ്ണം മണത്തിട്ട് പറഞ്ഞു, ரொம்ப நல்லா இருக்கு, പോയി നീയേ വെച്ചു പോകുന്നു, നന്നായിട്ടുണ്ട്, നീ തന്നെ വെച്ചോന്ന് പറഞ്ഞു. പറഞ്ഞു, ഇല്ല ഭഗവാനെ, ഞാൻ ഭഗവാന് വേണ്ടി വാങ്ങിച്ചതാണ്. അപ്പൊ ഭഗവാൻ പറഞ്ഞു, എനക്കൊരു ദോഷം ഇருக்கு, എനിക്കൊരു ദോഷമുണ്ട്. പരത്തിയാർ ആശപ്പെടുற എതുവും ഞാൻ എൻ കയ്യില വച്ചിക്കാതെ. വെളിയിലുള്ളവർ ആശപ്പെടുന്ന എന്തെങ്കിലും ഒരു കാര്യം ഞാൻ വച്ചിരിക്കില്ല. എന്ന് വെച്ചാൽ വരുമ്പോൾ തന്നെ അതിനെ പോയി നോക്കിക്കൊണ്ടേയിരിക്കും, ഉപാധിയിൽ നോക്കിക്കൊണ്ടിരിക്കും, വസ്തുവില നോക്കില്ല. എല്ലാവരും അങ്ങനെയാണ്. ഒരു ഉപാധി, ഇന്ന ക്ഷേത്രത്തിൽ പോയാൽ നല്ല ശാന്തി ഉണ്ട്, ദാറ്റ് ഈസ് ഉപാധി. ഉപാധിയെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണിടത്തോളം വി ആർ നോട്ട് അറ്റ് ഓൾ മുക്തൻ, വി ആർ നോട്ട് അറ്റ് ഓൾ ഇൻഡിപെൻഡന്റ്. We are depending something, ഉപാധി or ഉപകരണം or anything. അല്ലേ? ജാഗ്രതയിൽ ഉണർന്നു നിന്ന് എന്തെങ്കിലുമൊക്കെ കാണണമെങ്കിൽ കാഴ്ചയില്ലാത്ത ആൾക്ക് ഒരു ഉപകരണം വയ്ക്കണം. എന്താ? കണ്ണ്. ഒരു കരണം, കണ്ണ്, ഉപകരണം. ആ കണ്ണിനെ കാഴ്ച കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ഉപകരണം. സ്വപ്നത്തിൽ നോക്കൂ, ആർക്കെങ്കിലും സോഡാ കുപ്പി കണ്ണാടി വയ്ക്കണം, ആർക്കെങ്കിലും വേണോ സ്വപ്നത്തിൽ കണ്ണാടി വെച്ചിട്ട് കാണാൻ പറ്റുമോ? സ്പഷ്ടമായിട്ട് കാണാൻ പറ്റും. അല്ലേ? വായിൽ നാക്കിൽ പുണ്ണ് വന്നിട്ട് സംസാരിക്കാൻ പറ്റാത്ത ആള് സ്വപ്നത്തിൽ സുഖമായിട്ട് സംസാരിക്കും. സ്വപ്നത്തിൽ നല്ലവണ്ണം മണം വരണം. ഏന രൂപം രസം ഗന്ധം ശബ്ദാൻ സ്പർശാൻ ശമൈതുന. ഇതിനെയാണ് ഉപനിഷത്ത് പറയണത്. ഇതെല്ലാം മണക്കണത് ഒരേ ഒരു പൊരുളാണ്. അതിനെയാണ് നിജവിചാരണം എന്ന് പറയണത്. നിജമായ ഒരു പൊരുളിനെ ഞാൻ വിചാരം ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിത്യ അനിത്യ ബോധം വേണം. എന്ത് സത്യം, എന്ത് അസത്യം. സത്യം എന്ന് പറഞ്ഞാൽ ഒരു കാലത്തും നശിക്കാത്തത്. നശിക്കണതൊന്നാണെങ്കിൽ അത് സത്യമല്ല. അങ്ങനെ നോക്കിയാൽ നമ്മുടെ ശരീരം നമുക്ക് കാണാം. ആയുർനശ്യതി പശ്യതാം പ്രതിദിനം. പ്രതിദിനം നമുക്ക് കാണാൻ പറ്റും ആയുസ് നശിച്ചുകൊണ്ടിരിക്കണം. ഓരോ സെൽസും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. വെളിയിലേക്ക് പോയാൽ എത്രയോ പേര് മരിച്ചു വീഴുന്നത് നമുക്ക് കാണാൻ പറ്റും. ഹോസ്പിറ്റലിലൊന്ന് പോയാൽ മതി, കുറേ പേര് ജനിക്കും, കുറേ പേര് മരിക്കും. അവിടെ തന്നെ നമുക്ക് മുക്തിക്ക് കാരണമായി പോകും, ചിലപ്പോൾ വിചാരത്തിന് കാരണമായി പോകും. ഒരു ഹോസ്പിറ്റൽ സന്ദർശിച്ചാൽ മതി. ഒരേ ടൈമിൽ എത്ര പേര് ജനിക്കണു, ഒരേ ടൈമിൽ എത്ര പേര് മരിക്കണു. ഇത് പ്രകൃതിയാണ്, ഇത് മാറ്റാൻ പറ്റാത്ത പ്രക്രിയയാണ്. അപ്പൊ ശരീരം ഉണ്മയല്ല, മനസ്സും മാറിക്കൊണ്ടേയിരിക്കണു. അതുകൊണ്ട് മനസ്സിനെ നമുക്ക് സത്യമെന്ന് പറയാൻ നിർവാഹമില്ല. ഇന്നലെ വരെ ആലോചിച്ചിട്ടിരുന്നതല്ല ഇന്ന് ആലോചിക്കണത്. ഇൻഫാക്ട് ഒരു ആലോചനയ്ക്ക് പിന്നാലെ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് അടുത്ത ആലോചന വരും. എന്തെങ്കിലും ഒരു കോഫി കുടിച്ചാൽ ഇതിനേക്കാളും നല്ല കോഫി എവിടെ കിട്ടും, ഇങ്ങനെ ചിന്തിക്കും അല്ലേ? ഏതോ ഫസ്റ്റ്ലി കുടിച്ചതിനെ വച്ചിട്ടാണ് അടുത്തത് പറയണത്. അതാ ചിത്തവൃത്തിക്ക് പുറത്ത് ചിത്തവൃത്തി വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ മനസ്സും മാറിപ്പോയിക്കൊണ്ടേയിരിക്കുന്നു. കുട്ടിനാളിൽ കളിപ്പാട്ടം വെച്ച് കളിച്ചത് ഞാനല്ലേ ഇപ്പോൾ ഉള്ളത്.
കുട്ടിനാളിലെ പുസ്തകം വെച്ച് ABCD പഠിച്ച ഞാൻ ഇപ്പോൾ ബ്രഹ്മസൂത്രം പഠിക്കുന്നു, ഇത് പഠിക്കുന്നു, അത് പഠിക്കുന്നു, വേദാന്തം പഠിക്കുന്നു, ഇങ്ങനെ കേൾക്കുന്നു. ആള് മാറിപ്പോയി, ശരീരം മാറിപ്പോയി, മനസ്സ് മാറിപ്പോയി. ഒരേ ടൈമിൽ സന്തോഷത്തോടെയാണോ ഇരിക്കണതില്ല. കുറച്ചു നേരം സന്തോഷം, കുറച്ചു നേരം ദുഃഖം. ഇത് സന്തോഷ ദുഃഖ സമൃദ്ധമാണ് മനസ്സ്. അത് മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ അതിനെ നമ്പാനും വയ്യ. അത് കള്ളൻ. ജ്ഞാനികളെല്ലാം അതിനെ കള്ളൻ എന്നാണ് പറയുന്നത്. അഴിമ്പുല കൽവർ അകത്തിനി പോകുമ്പോൾ 5 പുലങ്ങളാകുന്ന കള്ളന്മാര്. 5 പുലങ്ങൾ കെട്ടിയിരിക്കുന്നത് ഏതാ? മനസ്സ്. ദ ഓണർ, കള്ളന്മാരുടെ ഓണറാണ് മനസ്സ്. ആചാര്യസ്വാമികളെ പറഞ്ഞിരിക്കണു, കാമ ക്രോധശ്ച ലോഭാശ്ച ദേഹേ തിഷ്ഠന്തി തസ്കരാഹ ജ്ഞാനരത്ന അപഹാരാർത്ഥം തസ്മാത് ജാഗ്രത ജാഗ്രത. ദേഹത്ത് തന്നെ ഒരു തസ്കരൻ നിൽക്കണു. ദാറ്റ് തസ്കരൻ ഈസ് മനസ്സ്. ജനകൻ പറഞ്ഞിരിക്കണു, ഞാനൊരു കള്ളനെ കണ്ടു, ദൃഷ്ടച്ചോരോയമാത്മനഃ മനോനാമ. മനസ്സെന്ന് പേരുള്ള ഒരു കള്ളൻ. എന്താ കാരണം? മനസ്സ് സത്യമല്ല, കള്ളമാണ് അതിൻ്റെ പ്രകൃതം, അല്ലേ? നല്ല ഇപ്പൊ ജാഗ്രതയില് പട്ടിണി പാപം പട്ടിണി കിടക്കണ ഒരു പാവപ്പെട്ട ആള് ഭക്ഷണമൊന്നുമില്ലാതെ സഫർ ചെയ്യണു. ആ സഫറിങ് മനസ്സാണ്. അതേ മനസ്സ് സ്വപ്നത്തിൽ ഇതിനൊക്കെ അണച്ചു വെച്ചിട്ട് സ്വപ്നത്തിൽ നല്ല സദ്യ ഉണ്ണണു എന്ന് വെച്ചാൽ ഇത് കള്ളമാണ്. ഡ്യുവാലിറ്റി, അല്ലേ? ചിന്തിച്ചു നോക്കൂ. അപ്പൊ പിന്നെ എന്താ സത്യം? നമ്മുടെ ഉള്ളിൽ വേറെ സത്യമുണ്ടോ എന്ന് ആരാഞ്ഞു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഈ ശരീരം എന്തുകൊണ്ട് നിലനിൽക്കും. എക്സ്റ്റേണലി വി വിൽ സേ ഫുഡ്. അങ്ങനെയാണെങ്കിൽ മരിച്ചു കിടക്കുന്ന ഒരു ശരീരത്തിന് കൊണ്ട് ഫുഡ് കൊടുത്താൽ അത് നിലനിൽക്കുമോ? അപ്പോൾ ശരീരത്തിന് നിലനിർത്തുന്ന ഒരു പൊരുൾ, ഫുഡിനേക്കാളും എസെൻഷ്യലായ ഒരു പൊരുൾ ഉള്ളിലിരിപ്പുണ്ട്. അത് എന്താണെന്ന് ആരാഞ്ഞു പോയി നോക്കിയാൽ ഒരു സംബിത്ത്, ഒരു ബോധം, ഒരു ഇലക്ട്രിസിറ്റി, ഒരു പാസേജ്. അതെന്താണ്? അതിന് ആരംഭമുണ്ടോ? നോക്കൂ, ഞാൻ ഈ ശരീരമാണ് എന്നൊക്കെ പറയണമല്ലേ. ഈ ശരീരം ജനിച്ചതൊക്കെ ആരോ പറഞ്ഞ് നമുക്കറിയാം. പക്ഷെ ആർക്കെങ്കിലും അവനവൻ്റെ ആരംഭത്തെ അറിയോ? ഈസ് എനിബഡി നോസ് ഹിസ് ബിഗിനിങ് ഓർ ഹർ ബിഗിനിങ്? ആർക്കെങ്കിലും എൻ്റെ ആരംഭം അറിയാൻ പറ്റുമോ? ആർക്കെങ്കിലും ഞാനില്ലാത്ത അവസ്ഥ അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ടോ? മനസ്സില്ലാതിരിക്കും, അല്ലേ? ഉറക്കത്തിൽ, ഡീപ്പ് സ്ലീപ്പിൽ മനസ്സേ ഇല്ല. ശരീരം എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുമോ? ഇല്ല. ഇപ്പൊ തന്നെ ശരീരം എന്ന് പറയുമ്പോൾ വി വിൽ റെക്കഗ്നൈസ് ശരീരം. പക്ഷെ ഞാൻ ഇല്ലാതെ ഇരുന്നിട്ടുണ്ടോ? ആർക്കും അനുഭവമേ ഇല്ല. ആ ഞാൻ ആരെന്ന് വിചാരം ചെയ്യും. ഉള്ള പൊരുളിനെ വിചാരം ചെയ്യും. ഭഗവാൻ ഇതിനെ പറഞ്ഞിരിക്കുന്നതാണ് ഉള്ള പൊരുൾ. കംപ്ലീറ്റ്, ദാറ്റ് ഈസ് ഉപനിഷത്ത്. ഉള്ള പൊരുൾ, വാട്ട് എക്സിസ്റ്റ്, സത്ത്. ഗീതയിൽ ഭഗവാനും ഇത് തന്നെയാണ് ഉപദേശിക്കുന്നത്. നാസതോ വിദ്യതേ ഭാവ നാഭാവോ വിദ്യതേ സത. സത്തിന് ഒരു കാലത്തും അഭാവമില്ല, എല്ലാ ടൈമിലും ഉണ്ട്. അതിനാണ് സത്വസ്തു എന്ന് പറയുന്നത്. എല്ലാ ടൈമിലും, എവറി ടൈം, എവറി മൊമെന്റ് there is I am. ഞാനുണ്ട് എവറി മൊമെന്റ്. ആ ഞാനിനെ ഞാൻ റെക്കഗ്നൈസ് ചെയ്യണില്ല. ഞാൻ ഒരു അനുഭവം മാറാതെ നിൽക്കുന്നുണ്ട്. പ്രതിബോധ വിദിതം മതം. ബോധം ബോധം പ്രതിവിദിതം. ഓരോ ബോധത്തിൻ്റെ ഇടയിലും നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കാം, വീണ്ടും വീണ്ടും വിചാരം ചെയ്യാം. ദാറ്റ് ഈസ് നിജ വിചാരം. നിജവിചാരം ഭഗവാന്റെ വാക്ക് ഔഷധമാണ്. ആ വാക്ക് നിജതപ ഫലാഭ്യാം ആനന്ദസ്ഫുരദനുഭവാഭ്യാം. ആദിശങ്കരാചാര്യരുടെ കൃതി ശിവാനന്ദ ലഹരിയിൽ പറയുന്നു നിജതപ ഫലാഭ്യാം. നിജം എന്താന്ന് വെച്ചാൽ ആത്മ. നിജ തപസ്,
ആത്മാവിനെ തന്നെ വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു തപസ്. ഞാൻ ആര് എന്നൊരു വിചാരം. ഭഗവാൻ രമണ മഹർഷിയുടെ പാർശ്വവതന്മാരെല്ലാം പറഞ്ഞു നാനാർ വിചാരം, നാനാർ വിചാരം, ഹു ആം ഐ, ഹു ആം ഐ. ആ ഞാൻ ആര് എന്ന വിചാരം നിത്യനിരന്തരം ചെയ്തുകൊണ്ടിരുന്നാൽ അഹമയം കുതോ ഭവതി ചിന്വതഃ അയിപതത്യഹം നിജവിചാരണം. ഞാൻ എന്നുള്ള ആ സ്ഫുരണ എവിടെ നിന്നാണോ വന്നിരിക്കുന്നതെന്ന് ആരാഞ്ഞു നോക്കിയാൽ, അന്വേഷിച്ച് പോകുമ്പോൾ ഞാൻ ഒരു ഭാവം അവിടെ ഇല്ലാത്തത് കാണും. ഉറക്കത്തിൽ ഈ അഭിമാനവൃത്തിയില്ല, ഡീപ്പ് സ്ലീപ്പിൽ അഭിമാനവൃത്തിയില്ല. നല്ല ഡീപ്പ് മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ അഭിമാനവൃത്തിയില്ല. എപ്പോൾ അഭിമാനവൃത്തി വരണോ ചിത്തം ചലിച്ചു എന്നർത്ഥം. എപ്പോൾ അഭിമാനം ഇല്ലാതിരുന്നാൽ ഞാൻ മുക്തനാണ്, ഞാൻ നിത്യസിദ്ധമാണ്, ശുദ്ധമാണ് എന്ന് പറഞ്ഞു. നിത്യവുമുള്ള പൊരുൾ, അതിനെയാണ് സത്യം എന്ന് പറയണത് അല്ലേ. നേരത്തെ നമ്മൾ കണ്ടു, സത്യം എന്ന് പറയുന്നത് നിത്യം, നിരന്തരമുള്ളത്, അതിന് അഭാവമില്ല. അതിനെ നമ്മൾ എടുത്തോണ്ട് പോകാൻ ബുദ്ധിമുട്ടൊന്നും വേണ്ട. ഒരു കടയിൽ പോകണമെങ്കിൽ സഞ്ചി കൊണ്ടുപോകും. കടയിൽ പോയിട്ട് ഒരാൾ മറന്നു, എന്താ മറന്നു? ഞാൻ എന്നെ മറന്നു. ആരെങ്കിലും പറയോ സഞ്ചി മറന്നു, ലിസ്റ്റ് മറന്നു എന്ന് പറയും. എനിക്ക് മറക്കാനോ ഓർക്കാനോ കഴിയില്ല. അനയോഹോ തത്വദർശിബിഹി, അത് ആര് കണ്ടിരിക്കണു? തത്വദർശിബിഹി. തത്വദർശിബിഹി തത്വത്തെ അറിഞ്ഞവൻ. അതിനാണ് ഭഗവാൻ ഇവിടെ വേറെ ശ്ലോകത്തിൽ പറഞ്ഞത് ചിത്വദർശനം, തത്വദർശനം. മനസ്സില്ലാത്ത നിലയിൽ എന്തിരിക്കണോ അതിനെയാണ് തത്വം എന്ന് പറയണത്. അതാണ് ചിത്വദർശനം, ചിത്തിനെ മാത്രം ദർശിക്കല്. ആ ചിത്തിനെ ദർശിക്കണവൻ ആര് നോക്കിയാൽ അവിടെ ആളില്ല. ചിത്ത് സ്വയം പ്രകാശിതമായിട്ട് സ്വതന്ത്രമായിട്ടിരിക്കണം. അതാണ് എൻ്റെ സ്വരൂപം. ഡീപ്ലി നമ്മൾ ഉള്ളിലേക്ക് തിരിഞ്ഞു പോയിക്കൊണ്ടേയിരുന്നാൽ ഒരേ ഒരു പൊരുളിനെ മാത്രമേ, വിളയും ശിവാനന്ദ ഭൂമി. ഇതൊരു ഫീൽഡാണത്രേ. അന്തവെട്ട വെളി നന്ദി ദുഷ്ട ഇരുളാം. ആ ഫീൽഡ് ഫുൾ ഓഫ് ഡാർക്ക്നെസ്. എങ്ങനെയാ ഡാർക്ക്നെസ് ആയത്? വേണ്ടാത്ത ചെടികളൊക്കെ വളർന്നിരിക്കുന്നു, പടർന്ന് പന്തലിച്ചിരിക്കുന്നു. കളയെ കളയുന്ന പിൻപാർത്തേൻ. കള എന്ന് പറഞ്ഞാൽ കളയേണ്ടത് എന്നർത്ഥം, എടുത്ത് കളയേണ്ടത്. ആവശ്യമില്ലാത്ത വേസ്റ്റ് നിറഞ്ഞിരിക്കുന്നു. കളയെ കളയുന്ന പിൻപാർത്തേൻ അയ്യൻ കളയன்று വേറൊന്നും കണ്ടിൽ തോഴി. തമിഴിൽ കള എന്ന് പറഞ്ഞാൽ ഒരു പ്രകാശം അർത്ഥം. അയ്യൻ കള, ഉയർന്ന ഒരു പ്രകാശം കണ്ടു, അതിനല്ലാതെ വേറൊന്നും കണ്ടില്ല എന്ന് വെച്ചാൽ നോക്കിപ്പോയവനും ഇല്ല അത്രേ. അയ്യൻ കളയன்று വേറൊന്നും കണ്ടിൽ തോഴി ശങ്കര ശങ്കര ശംഭു. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡീപ്പായിട്ട് ഡീപ്പ് കുഴി എടുക്കണം. നല്ല കുഴി എടുത്ത് വരുമ്പോൾ ഈ കുഴി തപ്പി തോണ്ടിയ ആൾ കുഴിക്കാത്തുള്ളൂ. അതിന് ഭഗവാനോട് ഒരാൾ ചോദിച്ചു, ഭഗവാനെ എങ്ങനെയാണ് ഈ ഉറക്കം നമ്മളെ വിഴുങ്ങണത് എന്ന് ചോദിച്ചു. ഇപ്പൊ ഭഗവാന്റെ റിപ്ലൈ എന്ന് പറഞ്ഞാൽ, എങ്ങനെ വേക്കിംഗ് സ്റ്റേറ്റ് നിന്നെ വിഴുങ്ങണോ അതുപോലെയായിരുന്നു. നമ്മൾ ഉറക്കം നമ്മളെ വിഴുങ്ങണതിനെയാണ് നമ്മൾ ആശ്ചര്യമായിട്ട് നോക്കണത്. ഉറക്കത്തിൽ നിന്ന് എണീറ്റ് കഴിഞ്ഞാൽ വേക്കിംഗ് സ്റ്റേറ്റ് നമ്മളെ ഒരു പിടിപിടിക്കുകയാണ് അല്ലേ, ധാരാളം. ഈ സംസാരം ഒരു പിടിപിടിക്കുകയാണ്. ഭഗവാന്റെ യൂസേജ് എന്ന് പറഞ്ഞാൽ സ്കോർപ്പിയോണിക് ഗ്രിപ്പ് ഓഫ് വേക്കിംഗ് സ്റ്റേറ്റ്. ഉണർന്നിരിക്കുന്നതിൻ്റെ ഒരു ഗ്രിപ്പ്, ഒരു പിടി. എങ്ങനത്തെ പിടിയാ? തേള് പിടുത്തമാണ്. പിടില്ല, പിടിച്ച് അള്ളിയെടുത്തോണ്ട് പോകും അത്ര. സ്കോർപ്പിയോണിക് ഗ്രിപ്പ്, ഇതാണ് യൂസേജ് ഭഗവാന്റെ. ജാഗ്രത നമ്മൾ അങ്ങനെ പിടിച്ചു വച്ചിരിക്കുകയാണ്. അപ്പൊ ജാഗ്രത പിടിച്ചു വച്ചിരിക്കണു. എന്തിനെയാ പിടിച്ചു വച്ചിരിക്കണു? എന്തുകൊണ്ട് പിടിച്ചു വച്ചിരിക്കണു? തോട്ട്, ഒരു ചിത്തവൃത്തി. ആ ചിത്തവൃത്തിക്ക് പിന്നാലെ ഓടുമ്പോഴാണ് നമ്മൾ ഇതിൽ പെട്ടുപോണത്. ഒരു ഗംഗാ കരയിൽ ഒരാൾ നിന്നു. നമ്മുടെ സ്വാമി പറഞ്ഞൊരു കഥ.
ഗംഗാകരയിൽ നിന്ന് നോക്കിയപ്പോൾ ഒരു കമ്പിളി ഒഴുകി പോകും. ഇയാളെടുത്ത് ചാടി നീന്തിപ്പോയി ആ കമ്പിളിയെ പിടിച്ചു. എന്നിട്ട് അവിടെ ഇരുന്ന് രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് വിളിച്ചു. അപ്പൊ അടുത്ത് നിന്നവരൊക്കെ പറഞ്ഞു, നിന്റെ അടുത്ത് ആരെങ്കിലും ചാടാൻ പറഞ്ഞു, അതിനെ വിട്ടിട്ട് വരൂ, എന്തിനാ അതിനെ പിടിച്ചു വെച്ചിരിക്കണത്? അയാൾ പറഞ്ഞു, ഞാൻ എപ്പോഴേ വിട്ടു, ഇതെന്നെ വിടണില്ല, ഇതൊരു കരടിയാണ്, കമ്പിളിയല്ല. അത് കമ്പിളിയല്ല, കരടിയാണ്. ഇതുപോലെയാണ് നമ്മൾ പോയി പിടിക്കും, പക്ഷെ അത് പിടിവിടില്ല. അതിന് നമ്മൾ പിടിവിടാന്ന് ഒരു സത്സംഗമൊക്കെ കേട്ട് വൈരാഗ്യായി ഇനി അങ്ങ് വിടാന്ന് വിചാരിച്ചാൽ അത് വിടില്ല. സത്സംഗം കഴിഞ്ഞ് വെളിയിലേക്ക് പോയാൽ അത് പിടിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. കുറച്ച് നേരത്തേക്ക് പരോൾ, ജയിലിലുള്ള ആൾക്കാർക്കൊക്കെ പരോള് കിട്ടുന്നത് പോലെയാണ് ഈ സത്സംഗം കിട്ടുമ്പോൾ കുറച്ച് നേരത്തേക്ക് ഇതെല്ലാം മാറി അങ്ങോട്ട് പോകും. വെളിയിൽ ഇറങ്ങിയുണ്ടല്ലോ ഇത് പിടിക്കും, പറയണ ആളെ പിടിക്കും, കേൾക്കണ ആളെ പിടിക്കും. എന്തിനാ പറയണത്? കുറേ നേരം അനുഭൂതിയിലിരിക്കാൻ വേണ്ടിയിട്ട്. എന്തിനാ കേൾക്കണത്? അനുഭൂതിയിലിരിക്കാൻ. നോട്ട് അച്ചീവിങ് എനിത്തിങ് അല്ലേ? ഇത് കേട്ടാൽ എന്ത് കിട്ടും? ഭഗവാന്റെ അടുത്ത് പോലും പലരും ചോദിച്ചിരിക്കുകയാണ്, ഭഗവാനെ ഇത്ര ആശ്രമമൊക്കെ വലുതായി എന്നിട്ട് കൗപീനം മാത്രം ഇട്ടിരിക്കണല്ലോ എന്ന് ചോദിച്ചു. ഭഗവാൻ പറഞ്ഞു, എന്നാ പണ്ടത് പോയി സമൂഹം സമൂഹം എന്നൊന്ന് വെളിയിൽ ഇരിക്കുക, അവർക്ക് ഇത് തേവ. സമൂഹം സമൂഹം എന്നൊന്ന് വെളിയിലുണ്ട്, അതിന് ഇത് ആവശ്യം, എനിക്കിത് കൂടെ ആവശ്യമില്ലാത്ത. അകിഞ്ചനത്വം മഹാസ്വാസ്ഥ്യം. ഒന്നും ഇല്ലാതിരിക്കലാണ് മഹാസ്വാസ്ഥ്യം. ഒന്നും ഇല്ലാതിരിക്കൽ എന്ന് പറഞ്ഞാൽ വെളിയിലല്ല. ജനകനൊക്കെ എല്ലാം ഇരുന്നിട്ടും പറഞ്ഞു. നമ്മൾ കിട്ടിയതിനെയൊക്കെ കൊണ്ട് ദാനം ചെയ്തിട്ട് കഷ്ടപ്പെട്ടിട്ട് അയാൾ പറഞ്ഞ കേട്ടിട്ടാണ്, ഒന്നുമല്ല. ആര് ചെയ്യൂല്ലേ, വേറെ കാര്യം. അതൊന്നും ആരും ചെയ്യില്ല. എല്ലാം പിടിച്ച് വച്ചിട്ട് ആശ്രമത്തിൽ കൂടെ കാണാം. മഹർഷിയുടെ ജീവിതത്തിൽ തന്നെ അങ്ങനെ ഉണ്ട് ഒരു കഥ. ധാരാളം പഴങ്ങളൊക്കെ ആൾക്കാർ കൊണ്ടുവന്നിരുന്നൊക്കെ വച്ചിരിക്കണു അവിടെ. ഒരു കുരങ്ങൻ വന്നിട്ട് ഈ പഴത്തിന് എടുക്കാൻ പോയപ്പോൾ ആശ്രമത്തിൽ നിന്ന് പരിപാലിച്ചുകൊണ്ട് നിന്നവരെല്ലാം പോയി കുരങ്ങനെ വരട്ടി ഓട്ടിക്കാൻ പോയി. ഭഗവാന് കണ്ണീര് വന്നു. അങ്ങനെ ധാരധാരയായിട്ട് കണ്ണീര് വന്നു. ഭഗവാൻ പറഞ്ഞു, എല്ലാത്തിനെയും വിട്ടിട്ട് ന്യാസം ചെയ്തിട്ട് എല്ലാത്തിനെയും സമർപ്പിച്ചതിന് ശേഷമാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്നിട്ട് കുരങ്ങൻ വന്നിട്ട് അതിൻ്റെ ഫുഡ് എടുക്കാൻ പോയപ്പോഴേക്കും നിങ്ങൾ തടുത്തു എൻ്റേതെന്നുള്ളൊരു ഭാവം. ഭഗവാൻ കണ്ണീര് വിട്ടുകൊണ്ട് പറഞ്ഞു, അതുതാ സന്യാസി. ആ കുരങ്ങനാണ് സന്യാസി എന്ന് പറഞ്ഞു. നോക്കൂ, വയറ്റിൽ ഒരു കൊച്ചിനെയും ചുമന്നിട്ട് ഏതോ മരത്തിൻ്റെ മേലേക്കോ അവിടെയൊക്കെ പോയി താമസിക്കണം. നമുക്കൊരു ആശ്രമം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എല്ലാം ത്യജിച്ചവെന്ന് പേര്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ എന്ത് ചെയ്തു, വരൂ വരൂ, ബാ 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 എന്നൊക്കെ കുരങ്ങനെ എങ്ങനെ വിളിച്ചപ്പോൾ ഈ കുരങ്ങൻ നേരെ വന്നിട്ട് ഒരു സിംഗിൾ പഴത്തെ എടുത്തിട്ട് പോയി. അപ്പോൾ ഭഗവാൻ ഒരു വാക്ക് പറഞ്ഞു, அந்த குரங்கு மேலையெல்லாம் കരി തേച്ചിട്ട് പോറേ. ആ കുരങ്ങ് നിന്റെയൊക്കെ ശരീരത്തിൽ കരിവാരി തേച്ചിട്ടാണ് പോയിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു സിംഗിൾ പഴം എടുത്തിട്ട് അത് ഡീസൻ്റ് ആയിട്ട് പോയി. അതിനാവശ്യമായിട്ടുള്ളതിൽ നമ്മൾ എന്തോ സ്റ്റോർ ചെയ്ത് 80-90 വയസ്സായ മുത്തശ്ശി കൂടെയും 20 വർഷം കഴിഞ്ഞാൽ എനിക്ക് എത്ര കിട്ടും പലിശ എന്ന് ചോദിക്കണം. പോയ ശ്വാസം വെളിയിൽ പോകുമോ അറിയില്ല. തിങ്കിങ് അബൌട്ട് എനിത്തിങ്, എക്സ്പെക്ടിങ് എനിത്തിങ്, ദാറ്റ് എക്സ്പെക്ടേഷൻ ഈസ് ഡിപ്പെൻസി. അൺഎക്സ്പെക്ടിങ് എനിത്തിങ്, ഒന്നുമേ എക്സ്പെക്ട് ചെയ്യാതിരിക്കുന്നതിനെയാണ് ഇൻഡിപെൻഡൻ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഡിപ്പെൻഡൻ്റേ അല്ല, നമ്മൾ ആരിലും ഒന്നിലും നമ്മൾ ഡിപ്പെൻഡൻ്റേ അല്ല. അങ്ങനെ ഇരിക്കുന്നതിനെയാണ് മുക്തി എന്ന് പറയുന്നത്, മോക്ഷം എന്ന് പറയുന്നത്, ശുദ്ധ ജ്ഞാനം എന്ന് പറയുന്നത്. ഭഗവാൻ ഡെഫിനിഷൻ കൊടുത്തു. എന്താ ജ്ഞാനം? അഹമയം കുതോ ഭവതി ചിന്വത. ഞാൻ സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്ന പൊരുളിനെ പോയി ആരാഞ്ഞു നോക്കൂ. There you will not see anything, nothing, ശൂന്യം. ഇതിനൊക്കെയാണ് ബുദ്ധൻ ശൂന്യവാദം എന്ന് പറഞ്ഞത്. പക്ഷേ ആ ശൂന്യത്തിൽ എന്ത് അവശേഷിച്ചു? Or that ശൂന്യം itself is existence, നിലനിൽപ്പ്. ആ പൊരുളിനെയാണ് മുക്തി എന്ന് പറയുന്നത്, മോക്ഷം എന്ന് പറയുന്നത്, ശുദ്ധ ജ്ഞാനം എന്ന് പറയുന്നത്. തുടർന്ന് നമുക്ക് നാളെ കാണാം. അരുണാചല ശിവ.